ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇത് നമ്മളെ രണ്ടാമത്തെ ദിവസമാണ്. മധുര മീനാക്ഷി അമ്മ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് നമ്മളിവിടെയാണ് താമസിച്ചത്. അപ്പം നമ്മൾ ഇപ്പോൾ ടോപ്പ് ഫ്ലോറിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. മധുരയിൽ നിന്ന് വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്. എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. 2 ചെയറും ഒരു ടീപ്പോയും നമ്മളെ TV, റിമോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 സിംഗിൾ ബെഡാണ് തന്നത്. നമ്മൾ ലഗേജ് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് 2 സിംഗിൾ. നടുക്ക് പാർട്ടീഷൻ ചെയ്ത പോലെ ഇങ്ങനെ ഒരു ഇതാണ്, അത് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ സിംഗിൾ ബെഡ് എടുത്ത് താഴെ ഒരാൾ കിടന്നു. സിംഗിൾ ആയതുകൊണ്ട് എല്ലാവർക്കും കിടക്കാൻ പറ്റത്തില്ല. നമ്മൾ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഇവിടെ ഇത് നമുക്ക് ഒരു മിറർ അങ്ങനെ ഇത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു കബോർഡ്, ഹാങ്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. നമ്മൾ അത്യാവശ്യം നമുക്ക് ഇവിടെ ഒരു AC കൂടി വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് റൂമിന്റെ ഒരു ഇത്. ഇതിപ്പോ കർട്ടൻ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് വലിയ വ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോ ഇതിന്റെ ബിൽഡിങ്ങിന്റെ ഇത് തന്നെയാണ് വരുന്നത്, വേറെ ഇതും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ ഒരു ടെലിഫോൺ ഇത് വെച്ചിട്ടുണ്ട് ഇവര്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഈ റൂമില്. പക്ഷെ ബാത്റൂം വലിയ അങ്ങനെ പറയത്തക്ക വലിയ ഇതൊന്നുമില്ല. ടാപ്പും കാര്യങ്ങളും ജസ്റ്റ് ഒരു ഇതേ ഉള്ളൂ, ഫ്ലഷും. പക്ഷെ റൂം കുഴപ്പമില്ല. AC ഒക്കെ ഇട്ട് AC ഫാനൊക്കെ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം നമ്മളെ ആവറേജ് ആണ്. അപ്പൊ നമുക്ക് ഇനി കാപ്പ് കുടിക്കാൻ പോവാം. റൂമിന്റെ ഔട്ട് സൈഡ് അത് ഇവിടെ ഒരു റൂം, ഇങ്ങനെ റൂമുകൾ വരുന്നുണ്ട് വേറെ വേറെ വേറെ. ഇതാണ് സ്റ്റെയർ, ലെഫ്റ്റ് ഉണ്ട്. നമുക്ക് സ്റ്റെയർ വഴി തന്നെ അങ്ങ് കയറി അങ്ങ് പോവാം. ഇതിന്റെ ഒരു 2 നില മേളിലാണ് നമ്മൾ ഈ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇതൊക്കെ ഉണ്ട്, റൂംസ് എവിടെയും വരുന്നുണ്ട്. ഇങ്ങനെ ടോപ്പ് ഫ്ലോറിലാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ബൊഫേ ടൈപ്പ് പോലെയാണ്. അത് കണ്ടില്ലേ, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പൂരിയും കിഴങ്ങ് കറിയാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിക്കാം. സിറ്റിയുടെ നമ്മളെ മോർണിംഗ് വ്യൂ ഇതാണ്. മധുര മീനാക്ഷി അമ്മ ക്ഷേത്രത്തിൽ കാണാം നിങ്ങൾക്ക്. മീനാക്ഷി അമ്മ ക്ഷേത്രത്തിലേക്ക് ഇതിൽ വഴിയാണ് നമ്മൾ ഇന്നലെ രാത്രി പോയത്. നിങ്ങൾക്ക് കണ്ടൂടെ? കണ്ട, ഇവിടെ പണി നടക്കുകയാണ് ഇവരുടെ ഈ ഗോപുരത്തിന്റെ. മിക്കയിടത്തും പണി നടക്കുകയാണ്. ഇന്നലെ നമ്മൾ രാത്രി നടന്നാണ് പോയത്, ഓട്ടോയ്ക്കല്ല പോയത്. അങ്ങനെ നടന്ന് അവിടെ പോയി ദർശനം നടത്തി. പക്ഷെ ദർശനം നടത്തിയപ്പോ തന്നെ ഏകദേശം 10 മണിയോളം ആയി. അവിടെ നിന്ന് തിരിച്ചപ്പോ തന്നെ കഴിഞ്ഞ്. നല്ല തിരക്കായിരുന്നു ഇന്നലെ. അപ്പൊ ഇതാണ് ഇവിടത്തെ വ്യൂ, സിറ്റിയുടെ മോർണിംഗ് വ്യൂ. ഇന്നലെ നമ്മൾ നൈറ്റാണ് ഇന്നലെ കാണിച്ചത്. ബസ്സൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു മുസ്ലിം പള്ളി നമ്മൾ ഇന്നലെ രാത്രി കണ്ടത്. ഇവിടെയും കുറെ വീടുകൾ, ചുറ്റും വീടുകൾ തന്നെ, വീടും ഷോപ്പും ഹോട്ടലും ഒക്കെ തന്നെ ഇവിടെ കൂടുതലും. അപ്പൊ ഇതാണ് നമ്മളെ ടോപ്പ് വ്യൂ. കണ്ടില്ലേ ചുറ്റും ഇത് സൂര്യവെട്ടം. സൂര്യ അവിടെ നിന്ന് കണ്ണിൽ തന്നെ അടിക്കുകയാണ് വെട്ടം. അപ്പൊ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കും കുറച്ച് കഴിഞ്ഞ്. അപ്പൊ നമ്മൾ ഇന്നലെ ഷെയർ ഓട്ടോയിലാണ് വന്നത്. ബസ് കുറച്ച് ദൂരെയാണ് ഇട്ടിരിക്കുന്നത്, 1.5 കിലോമീറ്റർ ദൂരെ. അപ്പൊ ബസ് ഇങ്ങോട്ട് കടത്തി വിടത്തില്ല അവര്. സമയം കിട്ടിയപ്പോൾ റീൽ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ എന്റെയും യേശുവിന്റെ ഒക്കെ കുറച്ച് റീലുകൾ എടുത്തു നമ്മള്. അങ്ങനെ നമ്മളെ ബസ് സ്റ്റാൻഡിലെത്തി. നമ്മളെ ബസ്സിന്റെ അടുത്ത് എല്ലാരും വെയിറ്റ് ചെയ്യാണ്. ബാഗ് മേളിൽ കയറ്റിട്ട് വേണം നമുക്ക് ഇനി നമ്മളെ യാത്ര തുടങ്ങാൻ. അപ്പൊ ഇനി ബാഗ് മേളിൽ കയറ്റണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതെല്ലാം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അവര് അങ്ങോട്ട് കടത്തി വിടില്ല. സിറ്റി ആയതുകൊണ്ട് അവിടെ നമുക്ക് ഷെയർ ഹോട്ടലിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് റൂമിൽ ഹോട്ടലിൽ പോകേണ്ടി വരും. ലഗേജ് ഫുള്ള് ബസ്സിൽ കയറ്റിയിട്ട് നമ്മളത് അടുത്ത യാത്ര തുടങ്ങി. അങ്ങനെ നമ്മളെ താരം രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റെപ്പൊക്കെ ഇട്ട് മതിമറന്ന് കളിക്കുകയാണ്. നമ്മൾ പോകുന്ന ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ മലയും പാടങ്ങളായിട്ട് തന്നെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ബസ്സിലടുത്ത പാട്ടിട്ടപ്പോൾ അമ്മയും മോളും കൂടി ഒരേ ഡാൻസ് കളിയാണ്. അപ്പോൾ അമ്മ എന്താണോ ചെയ്യുന്ന സ്റ്റെപ്പ് അതേപോലെ മോളും ചെയ്യും. മധുര ഹൈവേ കൂടെ വണ്ടികളെല്ലാം ഇങ്ങനെ പറ വന്നോണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഷോപ്പ്, വെള്ളം വാങ്ങാനും അതിനും. എല്ലാവരും ബസ്സിൽ കയറിയ ശേഷം അടുത്ത പാട്ടിട്ടു. അപ്പോൾ ഒരേ ഡാൻസ് കളിയാണ് എല്ലാവരും. കിങ്ങണിയും കാത്തുവും ശിവ, യേശു എല്ലാം കൂടി കിടന്ന് കളിക്കുകയാണ് അവിടെ കിടന്ന്. കുറേ പേർക്ക് കരിക്ക് കുടിക്കാൻ ആഗ്രഹം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ് സൈഡിലോട്ട് ഒതുക്കി. ഒരാൾ കരിക്ക് വെട്ടുന്ന കണ്ടു. അപ്പോൾ അവിടെ ഓരോരുത്തരായിട്ട് വെട്ടി വാങ്ങി കുടിക്കുകയാണ്. കിലോ 100 രൂപ വേലയ്ക്ക്. കളർ അടിച്ചാണെന്ന് തോന്നുന്നു.
മൊത്തം ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട്. സപ്പോട്ട 80 രൂപ, പേരയ്ക്ക് 100 രൂപ, പപ്പായ കിലോ 50 തോന്നുന്നു. എല്ലാം നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഷെഡിലാണ്, ഓലപ്പരയാണ്, അതുകൊണ്ട് ചൂടധികം ഇല്ല. ഓലപ്പരയുണ്ട്. ഇങ്ങനെ മലയും തരിശു ഭൂമികളാണ്. 2-3 വീടുകൾ അവിടെ അവിടെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിലൊന്നുമില്ല. 50 രൂപ വേണ്ടി വാങ്ങിച്ചത്. കുറച്ച് ദൂരം പോയപ്പോൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു പെട്രോൾ പമ്പ് കണ്ടപ്പോൾ നമ്മളവിടെ നിർത്തി. ഇതിപ്പോൾ ഇന്നത്തെ ഇതെന്ന് പറയുന്നത് ചോറ്, പുളിശ്ശേരി, കൂട്ടുകറി, നാരങ്ങ അച്ചാർ. അത് വാങ്ങുന്ന തിരക്കാണിത്. ഇവിടെ ഈ 2 സ്ഥലത്താണ് ഇങ്ങോട്ട് കിലോമീറ്റർ കാണിക്കുന്നത്. ഇവിടെ കാണിക്കുന്ന ഈ 3 സ്ഥലത്തേക്ക് ഇവിടെ കിലോമീറ്റർ. ഇനി പെട്രോൾ പമ്പിലാണ് നമ്മള് ഇവിടെ നിൽക്കാണ് ആഹാരം കഴിച്ചത്. അപ്പൊ ബസ് ഇവിടെ കിടക്കണേ മിക്കവാറും ഈ റോഡിലോട്ടായിരിക്കും പോകുന്നത്. ഈ വളഞ്ഞ ഇങ്ങനെ എന്താ ചൂട്, ഭയങ്കര ചൂട്. ഉരുകണം. അടുത്തതായി രാധാകൃഷ്ണൻ ചേട്ടൻ്റെ മിമിക്രി. അങ്ങനെ സൂപ്പറായിരുന്നു മിമിക്രി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഊട്ടിയിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ ഹെയർ പിൻ കയറാൻ വേണ്ടിയുള്ള സ്റ്റാർട്ടിങ് ഇതാണ്. അപ്പോൾ താഴേന്ന് മെല്ലെ തുടങ്ങി നമ്മളെ യാത്ര മേളിലോട്ടുള്ള. ഫുള്ളും വളവും തിരിവായതുകൊണ്ട് നമ്മളെ ബസ് മെല്ലെയാണ് പോകുന്നത്. അവർ നല്ല സൂക്ഷിച്ചാണ് ഓട്ടിക്കുന്നത്. വെക്കേഷൻ ആയതുകൊണ്ട് ഫുള്ളും തിരക്കാണ്. അങ്ങോട്ട് അവിടെ നിന്ന് മേളിൽ നിന്നും വണ്ടികൾ വരുന്നുണ്ട്, താഴെ നിന്നും വണ്ടികൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഫുള്ളും തിരക്കാണ്. ചില വണ്ടികൾ നല്ല അത്യാവശ്യം സ്പീഡിലാണ് വരുന്നത്, ചിലർ നല്ല സ്ലോയിലാണ് പോകുന്നത്. ചുറ്റും കാണാൻ നല്ല രസമുണ്ട്. മലകൾ അപ്പുറത്തുപ്പുറത്തൊക്കെ കാണാൻ. ഗവൺമെൻറ് ബസ്സുകളും പോകുന്നുണ്ട് അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ കണ്ടില്ലേ, നല്ല മലയാണ് ചുറ്റും. നല്ല രസമുണ്ട്. പോകുന്ന വഴിക്ക് നമ്മളൊരു അമ്പലം കണ്ടു. നല്ല കളറിൽ പെയിൻ്റൊക്കെ അടിച്ച് നല്ല രസമുണ്ട് കാണാൻ. കണ്ടില്ലേ, വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു സന്ധ്യ ടൈമിലാണ് അവിടെ എത്തിയത്, അതുകൊണ്ട് മെല്ലെയാണ് പോകുന്നത്. കണ്ടില്ലേ, നല്ല വ്യൂ ആണ്. അങ്ങനെ നമ്മൾ മേളിലോട്ട് എത്തി. കണ്ടില്ലേ, ആ ലൈറ്റ് കാണുന്ന എല്ലാം വീടുകളാണ്. നമ്മൾ വിചാരിക്കില്ല ഒരിക്കലും. നമ്മൾ താഴേന്ന് ഒരു ക്രിസ്ത്യൻ പള്ളി കണ്ടു. നമ്മൾ താഴേന്ന് കയറി വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ കാട്ടിനിടയിൽ അവിടെ വീടുകൾ കാണുമെന്ന്. പക്ഷേ ഇത്രയും ഹെയർ പിന്ന് കയറി വന്നിട്ട് നമ്മൾ കാണുന്നത് ഇത്രയും വീടുകൾ എല്ലാം നമ്മളെവിടെ പോലെ തന്നെയാണ്. അവിടെയും വീടുകൾ, ആൾക്കാർ 1 നില 2 നില 3 നിലയൊക്കെ വെച്ച് ഇഷ്ടംപോലെ താമസിക്കുന്നുണ്ട്. ഒരു അമ്പലം, അടുത്തൊരു അമ്പലം നമ്മൾ കണ്ടു. ഇഷ്ടംപോലെ ആ ലൈറ്റ് കാണുന്ന എല്ലാം വീടുകളാണ്. കണ്ടമാനം വീടുകളുണ്ട്. ഷോപ്പുകൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ അവസാനം ഊട്ടിയിലെത്തി. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത റൂം നോക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അത് നോക്കിയിട്ട് വന്ന ശേഷം നമ്മൾ റൂമിൽ കയറി പോകും. 7ാമത്തെ റൂമാണ് കിട്ടിയത്. ഇങ്ങനെ ഒരു ഹോള്, ഇവിടെ TV, ബെഡ് നല്ല വലുപ്പമുണ്ട്, 3 പില്ലോ ഉണ്ട്, ബ്ലാങ്കറ്റ് ഉണ്ട്, ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. ഏത് ബാത്റൂമാണ്, ബാത്റൂം കൊള്ളാം. ഇതിപ്പോ നമ്മളെ സാധനമൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. 3 റാക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ ടീപ്പോ ഉണ്ട്. വരുമ്പോ നമുക്ക് ഇവിടെ ഒരു മിററും ഒരു ചെറിയ ഇത് വെക്കാനുള്ള ഇതും വരുന്നുണ്ട്. ഇവിടെ തന്നെ ഒരു ഇത് കർട്ടൻ ഇട്ടിട്ടുണ്ട്. നമ്മള് കട്ട ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ പുറമേ കാണാൻ പറ്റും. കണ്ടില്ലേ, പുറമേ ആൾക്കാർ ഇന്ന് ഡാൻസ് കളിക്കുന്നു. അവിടെ ലൈറ്റൊക്കെ ഇട്ട് കോളേജ് സ്റ്റുഡൻസ് ക്യാമ്പ് ഫയർ പോലെ സെറ്റ് ചെയ്ത് ഡാൻസ് ഒക്കെ കളിക്കുന്നു. ലൈറ്റ് മൊബൈൽ ടോർച്ചൊക്കെ അടിച്ചാണ് കളിക്കുന്നത്. ഇതിലാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഹോട്ടൽ തലശ്ശേരി റെസ്റ്റോറന്റ്. ഫുള്ള് ഫില്ലായി. ഭക്ഷണത്തിനുള്ള കാത്തിരിപ്പാണ് എല്ലാരും. ഓർഡർ കൊടുത്തോണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറെ സമയം കഴിയുമ്പോ കിട്ടുമായിരിക്കും. അപ്പുറത്തൊക്കെ ഭയങ്കര തിരക്കും, അവിടെയൊക്കെ നല്ല തിരക്ക് ആൾക്കാർ. ഹലോ, എല്ലാരും കഴിക്കാണ്.
കഥകളിയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. എങ്ങനെയൊക്കെയോ ലാസ്റ്റ് ആഹാരം കിട്ടി. പൊറോട്ടയും ചിക്കൻ മസാലയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു. ഹായ്. ഞാനും കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നമ്മളെല്ലാരും കഴിച്ച് ഗൈസ് തിന്നിട്ട് ഗൈസ് ഇതാ അവിടെ ഇരുന്ന് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാ കോച്ച് ഹോട്ടൽ റൂഫ് ബേർഡ് തലശ്ശേരി റെസ്റ്റോറന്റ്. പക്ഷെ കൊള്ളായിരുന്നു, പൊറോട്ടയും കറിയും എല്ലാം കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു. കണ്ടില്ലേ, ഷോപ്പുകളെല്ലാം അടച്ച് ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെല്ലാം അടക്കി. ഇതിപ്പോ ഈ റെസ്റ്റോറന്റും 10 മണി വരെ ഉള്ളൂ രാത്രി. അവരെല്ലാം അടക്കി. രാത്രിയൊന്നും അങ്ങനെ ആരും വരത്തില്ല, ആണ് പ്രശ്നം. ഫുൾ ക്ലോസ്ഡ് ആണ്. അപ്പൊ ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്.